പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാർ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് അല്പം നിമിഷം അന്യഭാഷയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും വായികൾ തുറന്ന് അല്പം നിമിഷം അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രി വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങുവാൻ വായികൾ തുറന്ന് അല്പം നിമിഷം കരങ്ങളടിച്ച് എല്ലാവർക്കും അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ഗ്ലോറി. ഈ തിരക്കേറിയ പട്ടണത്തിൽ പല കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് രാത്രി അടുക്കുമ്പോൾ വലിയൊരു അഭിഷേകത്തിന്റെ കൈമാറ്റം. വായികൾ തുറന്ന് കരങ്ങൾ അടിച്ച് എല്ലാവർക്കും അല്പം നിമിഷം അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. പരിശുദ്ധ കർത്താവേ, നല്ല രാത്രിക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യം വെളിപ്പെടണം. കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടത് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, അതിനുള്ള 4 സ്റ്റെപ്പുകളാണ് ദൈവാത്മാവിൽ ഈ രാത്രി നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി യെശയ്യാ പ്രവചനം 42 അധ്യായം അതിൻ്റെ 22 വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 42 അധ്യായം അതിൻ്റെ 22 വാക്യം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. അവരൊക്കെ കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. ആമേൻ. പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് താനിങ്ങനെ വിളിച്ചു പറയും, ഈ ജനം മോഷ്ടിക്കപ്പെട്ട ജനമാണ്, കുഴികളിൽ അകപ്പെട്ട് കുടുങ്ങിപ്പോയി, കാരാഗ്രഹങ്ങളിൽ അകപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറയാം, മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രികാലം കുഴികളിൽ കിടക്കുന്ന, കുടുങ്ങിപ്പോയി, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് വിടുതലില്ലാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഇന്ന് രാത്രി അധികാരത്തോടെ മടക്കി തരിക എന്ന് പറയുന്ന സഭ എഴുന്നേൽക്കുകയാണെങ്കിൽ ആമേൻ സ്തോത്രം, നഷ്ടപ്പെട്ട ചില തിരിച്ചു പിടിക്കാൻ പോവാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നത് ആമേൻ സ്തോത്രം, കാരാഗ്രഹങ്ങൾക്കകത്ത് കടന്നുകൊണ്ട്, കുഴികൾക്കകത്ത് കടന്നുകൊണ്ട്, പ്രതിസന്ധികൾക്കകത്ത് കടന്നുകൊണ്ട്, പ്രതികൂലങ്ങൾക്കകത്ത് കടന്നുകൊണ്ട് ഭാരപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുവാനല്ല, ഇന്ന് രാത്രി മടക്കി തരിക എന്ന് പറയുവാൻ ചിലർ തയ്യാറാണോ? ദൈവം മടക്കി തരാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, 2 പേർ ഈ ഭൂമിയിൽ വന്നു, അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും കള്ളനാകുന്ന പിശാച് വന്നു. എന്നാൽ ആ യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. പിശാച് വന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം മോഷ്ടിച്ചോണ്ട് പോകുമ്പോൾ, ആരോഗ്യം മോഷ്ടിച്ചോണ്ട് പോകുമ്പോൾ, സന്തോഷം മോഷ്ടിച്ചോണ്ട് പോകുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. എന്താ സാത്താൻ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് മോഷ്ടിച്ചോണ്ട് പോയോ, ഇന്ന് രാത്രി തിരിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ആരെങ്കിലും കാരാഗ്രഹത്തിന് അകപ്പെട്ടു പോയോ, കാരാഗ്രഹത്തിന്റെ ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടത് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, അതിനുള്ള 4 സ്റ്റെപ്പാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 30 അധ്യായം അതിന്റെ 6 വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 30 അധ്യായം 6 വാക്യം. ദാവീദ് വലിയ കഷ്ടത്തിലായി, ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതിന്റെ 1 വാക്യം കൂടെ ഒന്ന് വായിക്കാം. മതി. അഭിഷക്തനായ ദാവീദിന്റെ സാന്നിധ്യം സിക്ലാവിൽ ഇല്ലാത്ത സമയത്ത് ദൈവ സാന്നിധ്യം കൈകാര്യം ചെയ്യുന്ന, ആത്മിക അധികാരം കൈകാര്യം ചെയ്യുന്ന, അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ദാവീദിന്റെ സാന്നിധ്യം സിക്ലാവിൽ ഇല്ലാത്ത സമയം നോക്കി, സിക്ലാവിൽ ദാവീദിന്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ആ സിക്ലാവ് ബലഹീനമായപ്പോൾ അവിടെ പിശാച് വന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാത്താൻ വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ അവന്റെ ബലഹീനത, ജീവിതത്തിൽ നമ്മുടെ ബലഹീനത എന്താണെന്ന് സാത്താന് നല്ലവണ്ണം അറിയാം. നമ്മുടെ ബലഹീനതയ്ക്കകത്തൂടെ സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നത്. ആമേൻ
സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ ഹവ്വായെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആദാമിന്റെ സാന്നിധ്യം അല്പനിമിഷം അവളിൽ നിന്ന് മാറി. അവൾ ബലഹീനമായപ്പോൾ ആ ബലഹീനത മുതലെടുത്ത് പിശാച് അവിടെ അടുത്തു വന്നു. സാത്താൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആക്രമിക്കുവാൻ വരുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ ബലഹീനത. ഹല്ലേലൂയ. കോപം ബലഹീനതയുള്ള കോപത്തിലാ പരീക്ഷിക്കുക. ഏതാണോ നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടെ ബലഹീനത നല്ലവണ്ണം തിരിച്ചറിയുവാൻ കഴിയുന്ന പിശാച് അതിന് പറ്റിയ തന്ത്രവുമായി കടന്നു വരും. എന്നാൽ ബലഹീനതയിൽ അവൻ തികഞ്ഞു വരുന്ന ദൈവകൃപ ഇന്ന് രാത്രി ദൈവം ചടമേൽ പകരാൻ പോവാം. ആമേൻ. ബലഹീനതയ്ക്കകത്ത് സാത്താൻ നമ്മളെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ ബലഹീനതയെ തികഞ്ഞു വരുന്ന അഭിഷേകം പകർന്ന് ആമേൻ സ്തോത്രം. ബലഹീനതയോട് നിൽക്കുന്ന ചിലരെ നോക്കി ദൈവം പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഇന്ന് സകലത്തിലും മതിയായവനാം. ആമേൻ. അപ്പൊ ബലഹീനതയ്ക്കകത്തൂടെ ആക്രമിക്കുവാൻ വേണ്ടി ദുഷ്ടനാകുന്ന പിശാച് വരും. ദൈവ സാന്നിധ്യം കൈകാര്യം ചെയ്യുന്ന, അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ദാവീദിന്റെ സാന്നിധ്യം ആ സിക്ലാവിൽ ഇല്ലാത്ത അവസരം നോക്കി ആമേ സ്തോത്രം സിക്ലാവിനെ പിശാച് വന്നു ആക്രമിക്കുകയാണ്. ആമേ സ്തോത്രം. സിക്ലാവിനെ ആക്രമിച്ച് ദാവീദിന്റെ ആമേ സ്തോത്രം ദാവീദിന്റെ കുടുംബത്തെ, സമ്പത്തും അവന്റെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തി. ആമേ സ്തോത്രം. ദാവീദിന്റെ പണവും ദാവീദിന്റെ മക്കൾ, ദാവീദിന്റെ പടക്കൂട്ടം, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ദാവീദ് വലിയ കഷ്ടത്തിലാകുവാനിടെ. ദാവീദ് വന്നപ്പോൾ തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തന്റെ ജീവിതം, തന്റെ തലമുറ നഷ്ടപ്പെട്ടു. എന്നാൽ വലിയ നഷ്ടത്തിന്റെ നടുവിൽ തന്റെ കൂടെയുള്ള സഹോദരന്മാർ പോലും ആമേ സ്തോത്രം തനിക്കെതിരെ കല്ലെറിഞ്ഞ് തന്നെ വേദനിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ ദാവീദ് കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഇന്ന് രാത്രികാലം നീ വലിയ നഷ്ടത്തിനകത്തൂടെ, ചില പരാജയങ്ങൾക്കകത്തൂടെ പിശാച് വന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് പലതും മോഷ്ടിച്ചോണ്ട് പോയി. അതിന്റെ വേദനയുടെ നടുവിൽ, പിശാച് തന്ന രോഗത്തിനടുവിൽ, പിശാച് തന്ന കടഭാരത്തിനടുവിൽ, പിശാച് തന്ന കുടുംബ പ്രശ്നത്തിനടുവിൽ നീ തളർന്നൊരു ഹൃദയമായി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോടൊരു ദൂത് പറ. കരച്ചിൽ നിർത്തിയിട്ട് ദൈവത്തിൽ ധൈര്യപ്പെട. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പിശാച് വന്ന് ദാവീദിന്റെ സമ്പത്ത് മോഷ്ടിച്ചോണ്ട് പോയി, അവന്റെ തലമുറയെ മോഷ്ടിച്ചോണ്ട് പോയി, അവന്റെ സൈന്യത്തെ മോഷ്ടിച്ചോണ്ട് പോയി. ദാവീദ് വലിയ കഷ്ടത്തിലായി. എന്നാൽ കഷ്ടത്തിന്റെ നടുവിൽ അവൻ കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു. കഷ്ടത്തിന്റെ നടുവിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ചിലർ അവൻ ജീവിതത്തിന്റെ ചില കഷ്ടങ്ങളുടെ നടുവിൽ, ജീവിതത്തിന്റെ ചില വേദനയുടെ നിങ്ങൾ കരയുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവചന ശബ്ദം നിങ്ങളോട് വിളിച്ചു പറ. കരച്ചിൽ നിർത്തുക, ദൈവത്തിൽ ധൈര്യപ്പെടേ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തെന്ന് പറഞ്ഞ് കരച്ചിൽ നിർത്തി ദൈവത്തിൽ ധൈര്യപ്പെടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ കടഭാരം എങ്ങനെ നടക്കും? ഈ കുടുംബ പ്രശ്നം എങ്ങനെ മാറും? ഈ തലമുറ വിവാഹം എങ്ങനെ പോകും? ഈ ജോലിയുടെ വിഷയം എങ്ങനെ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ തളർന്ന ഹൃദയത്തിനുടമയായി ഇന്ന് വേദനയോടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നിന്നോടൊരു ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ദൈവത്തിൽ ധൈര്യപ്പെടേ. ദൈവത്തിൽ ധൈര്യപ്പെടേ. നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ സാഹചര്യം മാറാൻ പോവാ. നീ ആയിരിക്കും നിന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങും. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ഈ രാത്രി പ്രാപിക്കുവാൻ കൃപയുള്ളവർ ദൈവശക്തി ഏറ്റെടുത്തോ. നിന്റെ പ്രതിസന്ധി മാറുവാൻ പോവാ, നിന്റെ പ്രതികൂലം മാറാൻ പോവാ. ഈ രാത്രി ഒരു ധൈര്യത്തിന്റെ അഭിഷേകം. യെസ്, കർത്താവ് ഒരു ധൈര്യത്തിന്റെ അഭിഷേകം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രാത്രി ഒരു ധൈര്യത്തിന്റെ അഭിഷേകം ദൈവം പകരുന്നു. ഹല്ലേലൂയ. പിശാച് പറയും നീ ഇരുന്ന് കര, ദുഃഖിക്കെന്ന് പറയുമ്പോൾ ദൈവം പറയാ ആമേൻ സ്തോത്രം. മോശയോട് ദൈവം പറയും, നീ എന്നോട് കരയുന്നത് എന്തേ? ഇത് കരയാനുള്ള സമയമല്ല, ഇത് വേദനിക്കാനുള്ള സമയമല്ല. ദൈവം നിനക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഈ രാത്രി നീ പിശാചിനെ ജയിക്കേണ്ട രാത്രിയാ. ഇന്ന് രാത്രികാലം എന്നെ കേട്ടോണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവം പറയാം, ഇന്ന് രാത്രി പിശാചിനെ ജയിക്കുവാൻ ഒരു അധികാരം ചില ദൈവമക്കളുടെ മേൽ ദൈവം കയറുക. കരഞ്ഞുകൊണ്ടിരിക്കെ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ അടയപ്പെട്ട പ്രതിസന്ധി നടുവിൽ എങ്ങനെ പാദങ്ങൾ വെക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ചിലരോട് ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറ, നിന്റെ കയ്യിലൊരു അധികാരമുണ്ട്, നിന്റെ കയ്യിലൊരു ശക്തിയുണ്ട്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ദൈവം നിനക്ക് കൈമാറിയിരിക്കുക. ഈ രാത്രി പ്രാപിക്കാൻ കൃപയുള്ളവർ പ്രാപിച്ചോ. റിസീവ് ദ അനോയിന്റിംഗ്. പരിശുദ്ധാത്മാവ് ചെല്ലെ തൊടുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ. ശക്തമായ ഒരു ആത്മ പകർച്ച ഇന്ന് രാത്രി ചില പൈശാച കെട്ടുകളെ തകർക്കുന്ന ഒരു അധികാരം ചില വ്യക്തികളിലേക്ക് ദൈവം കൈമാറുന്നു. പ്രാപിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില പൈശാചിക ബന്ധനത്തെ അഴിക്കുന്ന ഒരു അധികാരം ഈ രാത്രി ദൈവം ജനമേൽ കൈമാറുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മോശേ, നീ എന്നോട് കരയുന്നത് എന്തേ? നിന്റെ കയ്യിലിരിക്കുന്ന എന്തേ? ഇന്ന് രാത്രികാലം പ്രതികൂലത്തിന് നേരെ ദൈവം നിന്റെ കയ്യിൽ തന്ന അധികാരം ഈ രാത്രി ഉപയോഗിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദാവീദ് ആമേൻ സ്തോത്രം കുറച്ചു നേരം ഇരുന്നു കരഞ്ഞു. അവിടെ വായിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആമേൻ. ഭയം പിശാചിൽ നിന്ന് വരുമ്പോൾ ധൈര്യം ദൈവത്തിൽ നിന്ന് വരുന്നു. ഭയം പിശാചിൽ നിന്ന് വരുമ്പോൾ ധൈര്യം ദൈവത്തിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രികാലം ആ ജോലിയുടെ വിഷയത്തിൽ, ആ തലമുറയുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ നീ ധൈര്യപ്പെടാമോ? നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ദൈവശക്തി ഇറങ്ങാൻ പോവാം. ധൈര്യപ്പെടുവാൻ ലോകത്തിന്റെ വൻകരകൾക്കകത്ത് ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന ദൈവാത്മാവ് ഈ രാത്രി വിളിച്ചു പറയാ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ ഒന്ന് ധൈര്യപ്പെടാമോ? സാഹചര്യം മാറാൻ പോവാം. ധൈര്യപ്പെടാമോ? സാഹചര്യം മാറാൻ നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ രേഖകൾ തിരിയാൻ പോവാ. നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിയമങ്ങൾ തിരിയാൻ പോവാ. നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാഹചര്യം മാറാൻ പോവാ. അമന ഹന്തൽ കമാ നഗത്തുന അമാ ഹന്തൽ കമാ. ശരീരത്തിനകത്ത് ബന്ധനം, ശരീരത്തിനകത്ത് ബന്ധനം. ആമേ സ്തോത്രം. വാതിലുകൾ അടഞ്ഞു. പുറത്ത് കാരാഗ്രഹ പ്രമാണി തകർക്കുവാൻ വാളുമായി കാവലായി നിന്നപ്പോൾ, അടഞ്ഞ വാതിലുടെ അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസും പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ സാഹചര്യം മാറി. ഇന്ന് രാത്രികാലം ദൈവാത്മാ വിളിച്ചു പറയാ, നീ ധൈര്യപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങും. ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറ, ടെൻഷൻ നിർത്തിയിട്ട് ദൈവത്തിൽ ധൈര്യപ്പെടാൻ പറ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാ ദൈവത്തിൽ ധൈര്യപ്പെടും. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി ആമേൻ സ്തോത്രം 27-ാം അധ്യായം അതിന്റെ 22 പോലുള്ള വാക്യങ്ങൾ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. 275 കള്ളന്മാരുടെ നടുവിൽ ഒരാൾ മാത്രം ദൈവ സാന്നിധ്യം കൈകാര്യം ചെയ്യുന്ന, അഭിഷേകം കൈകാര്യം ചെയ്യുന്ന 275 കള്ളന്മാരുടെ നടുവിൽ ഒരു തടവ് പുള്ളിയായിട്ട് കപ്പലിനകത്ത് യാത്ര ചെയ്യുക. കപ്പലിനകത്ത് പൗലോസ് മാത്രം ദൈവ സാന്നിധ്യം കൈകാര്യം ചെയ്യുന്ന, അഭിഷേകം കൈകാര്യം ചെയ്യുന്ന പൗലോസ് മാത്രം. എന്നാൽ പൗലോസ് ഈ കപ്പലിനകത്ത് പലപ്പോഴും ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച്, ദൈവശബ്ദം പ്രാപിച്ച് ആ കപ്പലിനകത്ത് അവൻ പറയുമായിരുന്നു. എന്നാൽ കപ്പലിനകത്ത് പൗലോസിന്റെ വാക്കിന് പ്രാധാന്യമില്ലാതെ വന്നു. പലപ്പോഴും നീ ദൈവത്തിന്റെ ആലോചന ജനത്തോട് പറഞ്ഞാൽ അത് ജനം ഏറ്റെടുത്തില്ലെങ്കിൽ ആലോചനയുടെ ഉത്തരവാദി നീയല്ല, ദൈവമാ. പറയുന്ന ജോലിയെ നിനക്കുള്ളൂ, ചെയ്യുന്ന ജോലി ദൈവത്തിൻ്റെതാ. വിശ്വാസത്തോടെ പറയാൻ ചിലരുണ്ടോ, ചെയ്യാൻ ദൈവം തയ്യാറാ. ആമേൻ. ഒരു വടി നീട്ടാൻ ഒരു മോശയുണ്ടോ, ഒരു ചെങ്കടൽ വിഭജിക്കാൻ ഒരു ദൈവമുണ്ട്. അധികാരത്തോടെ കൽപ്പിക്കുവാൻ ഒരു സഭയുണ്ടോ, അത്ഭുതം ചെയ്യാൻ ഒരു ദൈവമുണ്ട്. അത് അധികം വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. യെസ്, ഒരു അധികാരം ഈ രാത്രി ദൈവം ചടമേൽ പകരുന്നു. ചില സഹോദരിമാരെ ദൈവ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. ചില സഹോദരന്മാരിലേക്ക് ദൈവ സാന്നിധ്യം ഈ രാത്രി ചലിക്കുന്നു. റിസീവ് ദ അനോയിന്റിംഗ്. പ്രാപിച്ചോ? ഇപ്പോൾ ഒരു വലിയ ദൈവശക്തി ഇറങ്ങി വരുന്നു. ആമേൻ. പൗലോസ് പലപ്പോഴും കപ്പലിനകത്ത് ദൈവത്തിന്റെ ശബ്ദം പ്രാപിച്ച് അവൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവന്റെ വാക്കിന് ആ കപ്പലിൽ പ്രാധാന്യമില്ല. കപ്പൽ ഉടയവന്റെയും മാലുമിയുടെയും വാക്കിന് മാത്രം പ്രാധാന്യമുണ്ട്. എന്നാൽ മാനുഷിക ആലോചന പ്രകാരം ആ കപ്പൽ മുന്നോട്ട് പോയപ്പോൾ കപ്പലിന് വിരോധമായി ചില ഈശാനമൂലൻ കാറ്റടിച്ചു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് ചില ഈശാനമൂലൻ കാറ്റുകൾ അടിക്കുന്നെങ്കിൽ ഇത് തകർച്ചയ്ക്കല്ല, ഒരു പുതുവഴി തുറക്കാനാ. കടഭാരമാകുന്ന ഈശാനമൂലൻ, രോഗമാകുന്ന ഈശാനമൂലൻ, കുടുംബ പ്രശ്നമാകുന്ന ഈശാനമൂലൻ അവൻ നിന്റെ പടകിനെ അടിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ വിളിച്ചു പറ, നീ തകരത്തില്ല. ഇതുവരെ നീ കാലുകുത്താത്ത പുതിയ ചില പട്ടണങ്ങളുടെ വാതിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോ. വിശ്വസിക്കുന്ന ശക്തിയോടെ കരങ്ങൾ അടിച്ച് പ്രാപിച്ചോ. ചില സഹോദരിമാരെ ദൈവം നിറയ്ക്കുക. പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. പുതിയ ഭാഷ ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു. ചേട്ടാ, നാവിനകത്ത് പുതിയ ഭാഷ, ഒരു പുതിയ ദൈവശക്തി, പുതിയ അഭിഷേകം ഈ രാത്രി പകരുന്നു. റിസീവ് ദ അനോയിന്റിംഗ്. കത്തട്ടെ, കത്തട്ടെ. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ ഇപ്പോൾ പ്രാപിക്കുക. റിസീവ് ദ അനോയിന്റിംഗ്. ഉടബബ വൈഷസ്കനെ ശാന്തരചസ്കന രഗടകതുനി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നാൽ മാനുഷിക ആലോചനയ്ക്ക് ഈ കപ്പൽ മുന്നോട്ട് പോയപ്പോൾ ഈശാനമൂലനാകുന്ന കാറ്റ് കപ്പലിലടിച്ചു. 14 ദിവസമായി ആഹാരം കഴിക്കാതെ ആമേ സ്തോത്രം രക്ഷപ്പെടുമോ എന്നുള്ള പ്രതീക്ഷ അസ്തമിക്കപ്പെട്ടു. ആമേ സ്തോത്രം. എന്നാൽ അതിൻ്റെ നടുവിൽ ആമേ സ്തോത്രം 275 കള്ളന്മാരുടെ ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കപ്പലിൽ ദൈവം ഇറങ്ങി വരിക. ഇന്ന് രാത്രികാലം ഒരു വീട്ടിൽ ദൈവത്തെ സേവിക്കുന്ന ഒരുവനുണ്ടോ, അവനെ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. നീ നിന്റെ വീട്ടിൽ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ വീട്ടിനെ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം അയ്യോ ഞാൻ ഒറ്റയ്ക്കാ വിശ്വാസത്തിൽ വന്ന്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ താങ്ങുവാൻ ആരുമില്ലെന്ന് പറഞ്ഞ് നീ വേദനയോടെ ദൈവശബ്ദം കേൾക്കുന്ന ആ കപ്പലിനകത്ത് 275 കള്ളന്മാരുടെ നടുവിൽ ആ കപ്പലിനകത്ത് ഒരു പൗലോസ് മാത്രമേ ഉള്ളൂ. എന്നാൽ അവന്റെ ഉടയവനും അവൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ആ കപ്പലിനകത്ത് ഇറങ്ങി. ഇന്ന് രാത്രി ദൈവാലോട് നിന്റെ ഉടയവനും നീ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഈ രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന രാത്രിയെ വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാപിച്ചോ. ഉടബബ ഹംദല വൈഷ സാന്തൽ. യെസ് യെസ് പ്രാപിച്ചോ. യെസ് പ്രാപിച്ചോ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി. അർഗമാന വൈഡസ് കെബേ റഗതുന റീവൽ കമാനകം ആസ്തന റഗൽ കമാന ഗടകതുനി റീവൽ കമാനഗസി. ഹല്ലേലൂയ. 14 ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ 14 ദിവസമായിട്ട് അവൻ ജീവൻ ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ പോലും അസ്തമിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖമായി കണ്ട ആ നിമിഷം ആമേ സ്തോത്രം എല്ലാവരും കൈവിട്ട ആ രാത്രി ആമേ സ്തോത്രം മനുഷ്യനെല്ലാം പൗലോസിനെ കൈവിട്ടെങ്കിൽ സ്വർഗം പൗലോസിനെ കൈവിട്ടില്ല. ഇന്ന് രാത്രിക്കാലം രക്തബന്ധം നിന്നെ കൈവിടട്ടെ, വാക്ക് പറഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞ പലരും കൈവിടട്ടെ. എന്നാൽ വിളിച്ചിറക്കി അഭിഷേകം തന്നവൻ അവൻ കൈവിടുന്നവനല്ല, അവൻ ഇറങ്ങി വരുന്നവനാ. വിളിച്ചിറക്കി അഭിഷേകം തന്നവൻ അവൻ കൈവിടുന്നവനല്ല, അവൻ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്നവനാ. പ്രാപിക്കാൻ കൃപയുള്ളവരൊക്കെ ഈ രാത്രി കരങ്ങൾ അടിച്ച് ശക്തിയോടെ യെസ് 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 പ്രാപിച്ചോ. ചില കെട്ടുകൾ ഈ രാത്രി പൊട്ടിമാറുക, ചില പൈശാചിക ബന്ധനങ്ങൾ ഈ രാത്രി, ചില നുഖങ്ങൾ ഈ രാത്രി ഒടിഞ്ഞു മാറുന്നു. ജന റഗൽ കമാനക തുനി റീബൽ കമാനകം അർമദൽ ഭൗഷസി ബിഗാല ഹസുയ ദർക്കഷിയ മകറസിയാല. ആമേൻ. അവിടെ ഇറങ്ങി വന്നിട്ട് പൗലോസെ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ചില വ്യക്തികളോട് ഈ രാത്രി ദൈവശബ്ദം വിളിച്ചു പറയാം, ഭയപ്പെടേണ്ട. നീ ആ സാമ്പത്തിക വിഷയത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണോ? ഭയപ്പെടേണ്ട. ആ തലമുറ ഭാവി ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണോ? ഭയപ്പെടേണ്ട. ആ കടഭാരത്തെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണോ? നിന്റെ വിവാഹം എങ്ങനെ നടക്കും? നിന്റെ യാത്ര എങ്ങനെ ഒരുങ്ങും? നിന്റെ പ്രൊമോഷൻ? ഇന്ന് രാത്രി നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് വേദനയോടിരിക്കുന്നു? അതിനുള്ള ഒരു ദൈവശബ്ദം. ഭയപ്പെടേണ്ട, അത്ഭുതം നടക്കാൻ പോവാ. ഭയപ്പെടേണ്ട, അത്ഭുതം നടക്കാൻ പോവാ. ലോകത്തിന്റെ വൻകരകളിൽ ഇതിൽ കൂടെ ഞങ്ങളെ കാണുന്നതിലൂടെ ദൈവാത്മ വിളിച്ചു പറയാം, ഭയപ്പെടേണ്ട, അത്ഭുതം നടക്കാൻ പോവാ. ആമേൻ. ആ വാക്ക് 22-ാം വാക്ക് എന്ന് വെച്ചു, ഭയപ്പെടേണ്ട. സ്വത്രം പൗലോസ് പറയാ, ഭയപ്പെടേണ്ട, ഇപ്പോൾ ധൈര്യത്തോടിരിക്കുക. ദൈവത്തിന്റെ 275 കള്ളന്മാരുടെ നടുവിൽ മരണത്തെ മുഖമായി കാണുന്ന അവസ്ഥയിൽ ദൈവത്തെ സേവിക്കുന്നവൻ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. തകർച്ചയുടെ നടുവിൽ മരണത്തെ മുഖമായി കാണുമ്പോൾ അഭിഷേകമുള്ളവൻ അറിയാം, എന്റെ തലയിലെ തലമുടി പോലും എണ്ണുന്ന ദൈവം എന്നെ ഈ കടലിനിട്ട് തകർക്കത്തില്ല. മരണത്തെ മുഖമായി കണ്ടവനാണോ നീ? എന്നാൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ പൗലോസ് പറയാ, ഭയപ്പെടേണ്ട. വായിച്ച് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുത്ത് വന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബദലേ നീ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പട്ടണത്തിൽ നീ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ രക്തം തന്നു വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. അവനൊരു പ്രതിസന്ധി വരുമ്പോൾ, അവനൊരു പ്രതികൂലം വരുമ്പോൾ അവൻ നിന്നെ കൈവിടുന്നവനല്ല. അവന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കി നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ആമേൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അടകമ ഹംദൽ കമാന പൗലോസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാ, പൗലോസേ ഭയപ്പെടേണ്ട. അവൻ നിന്റെ പൗലോസ് പറ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോടൊരു ദൂത് പറഞ്ഞു. നീ കടലിൽ ചാകാനുള്ളവനല്ല, നീ രാജ്യങ്ങളോട് ദൂത് പറയാനുള്ളവനാ, പട്ടണങ്ങളോട് ദൂത് പറയാനുള്ള, നീ കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാ. ആമേൻ സ്തോത്രം. പിന്നെ ആമേൻ സ്തോത്രം, ഞാൻ കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാണെങ്കിൽ ആമേൻ സ്തോത്രം, എന്നെ കുറിച്ച് ഒത്തിരി വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നു? നിനക്കൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കാനുണ്ട്. കർത്താവെ, ഞാൻ കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാണെങ്കിൽ, എന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ കപ്പലിനെതിരെ ഈ ആക്രമണം ഉണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച ഉണ്ടായി? ദൈവത്തിൻ്റെ ബദലേ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ തകർച്ച ഒരിക്കലും നിന്നെ തകർക്കാനല്ല, നിന്റെ ജീവിതത്തിൽ ഇതുവരെ തുറന്നിട്ടില്ലാത്തൊരു പുതിയ രാജ്യത്തിന്റെ വാതിൽ തുറക്കാനാണ്. ഇതുവരെ നീ കാലുകുത്താത്ത മെലിത്ത ദ്വീപിന്റെ വാതിൽ തുറക്കാനാണ്. അടകമ ഹംദൽ ഖമാന. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ശക്തമായി ദൂതറ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതികൂലം ഒരിക്കലും നിന്നെ തകർക്കാനല്ല. ഇതുവരെ നീ കാലുകുത്താത്ത ഒരു പുതിയ വാതിൽ, ഇതുവരെ നീ അനുഭവിക്കാത്ത, നീ സ്വപ്നത്തിൽ കാണാത്ത ഒരു പുതിയ വാതിൽ, ഈ പ്രതിസന്ധിക്ക് അപ്പുറത്ത് ഒരു അത്ഭുതകരമായ വാതിൽ ഇന്ന് രാത്രി ദൈവം തുറക്കുമ്പോ വിശ്വസിക്കുന്ന ഒരു ശക്തിയോട് യെസ് ഓ പ്രാപിച്ചോ? യെസ് 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 ഓ റീബാബാബിയാന. ഈ പ്രതിസന്ധി നിന്റെ ശുശ്രൂഷയിൽ ഒരു ടേണിംഗ് പോയിന്റാ. യെസ് ആമേൻ ആമേൻ. ഇന്ന് രാത്രി എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ഈ പ്രതിസന്ധി, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രതികൂലം, എന്തുകൊണ്ട് എനിക്ക് ഈ തകർച്ച, എനിക്ക് എന്തുകൊണ്ട് ഈ നഷ്ടം എന്ന് ജീവിതത്തിൽ പ്രാർത്ഥനാ റൂമിൽ ദൈവത്തോട് ചോദിക്കുന്ന നിന്നോട് ദൈവം ഒരു ദൂത് പറയാ, ഈ പ്രതിസന്ധി നിന്റെ തകർച്ചയ്ക്കല്ല, നീ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു രാജ്യത്തിന്റെ വാതിൽ, നീ ഇതുവരെ കാലുകുത്താത്ത ഒരു ദൈവപ്രവൃത്തി, നിന്നിലൂടെ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പുതിയ ശുശ്രൂഷ, അത് ചിലത് ചെയ്യാനാ, ചില പട്ടണം നിന്നെ കൊണ്ട് വിടുവിക്കാനാ, ചില മെലിത്ത ദ്വീപിന്റെ കെട്ടഴിയുവാൻ, ചില മന്ത്രവാദത്തിന്റെ കെട്ടഴിക്കുവാൻ, പുതിയ ചില പ്രവൃത്തി ചെയ്യുവാൻ, ശുശ്രൂഷയുടെ പുതിയൊരു ആംഗിൾ ദൈവം ചിലർക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്നു ഈ രാത്രി. പ്രാപിച്ചോ? ശമന വദൽ ബോഡി ഹമ്മ ഹത്തി മെക്കൽ മൗഷ സേദ റച്ചസ് കെന. യെസ് യെസ് യെസ്. പ്രാപിച്ചോ? ലാമകമന ഹത്തുന റീബൽ കമാന ഗതുനി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ പ്രതിസന്ധി ഉണ്ടായില്ല എങ്കിൽ, ആ പ്രതികൂലം ഉണ്ടായില്ല എങ്കിൽ ആ കപ്പൽ റോമിലേക്ക് പോകുമായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഇതുവരെ കാലുകുത്താത്ത മെലിത്ത ദ്വീപിന്റെ വാതിൽ തുറക്കുക. ഇന്ന് രാത്രിക്കാലം നിന്റെ ജീവിതത്തിനകത്ത് നീ ഇതുവരെ സ്വപ്നം കാണാത്ത ചില അത്ഭുതകരമായ വാതിൽ ഈ രാത്രി ദൈവം നിനക്ക് തുറക്കാമോ? ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ മരണമാണോ നീ മുഖാമുഖമായി കാണുന്നത്? തകർച്ചയാണോ? രക്ഷപ്പെടുമോ എന്നുള്ള പ്രതീക്ഷ അസ്തമിക്കപ്പെട്ടു പോയോ? പൗലോസ്, നിന്റെ പ്രതീക്ഷ അസ്തമിക്കപ്പെട്ടു പോയെങ്കിലും എന്റെ പ്രതീക്ഷ അസ്തമിക്കപ്പെട്ടു പോയിട്ടില്ല. ഞാൻ നിന്നെ കൊണ്ട് അത്ഭുതകരമായൊരു ശുശ്രൂഷ ചെയ്യിക്കാൻ പോവാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ പ്രതികൂലത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വന്ന് അവനെ ധൈര്യപ്പെടുത്തി അവന്റെ റൂട്ട് തിരിച്ചു വിടുക. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത പ്രതികൂലത്തിനകത്ത് പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോകുന്നത്. ആമേൻ ആമേൻ. പൗലോസ് അവിടെ ചെന്നപ്പം ആമേൻ സ്തോത്രം ഒത്തിരി പേര് വിറക് വെറുക്കുന്നുണ്ടായിരുന്നു, ബർബരന്മാര് വിറക് വെറുക്കുന്നുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ സ്തോത്രം സാധാരണ ആളുകൾ വിറക് വെറുക്കിയാൽ ഒരു കുഴപ്പവുമില്ല. ആമേൻ സ്തോത്രം. അവരും പിശാച് ഒരുപോലെ ഇരുന്ന് ആരാധിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അഭിഷേകമുള്ള പൗലോസ് വിറകി തൊട്ടപ്പം ആമേൻ സ്തോത്രം നീതിദേവി പുറത്തു വന്നു. അടകാ സന്തൽക്കമാൻ. ഇന്ന് രാത്രികാലം ചില ദേശങ്ങൾക്കകത്ത് മറഞ്ഞിരുന്ന് ജനത്തെ നിയന്ത്രിക്കുന്ന ചില ദേശശക്തികൾ നീ ചെന്ന് കാലുകുത്തുമ്പോൾ വെളി വരാൻ പോകും. നീ ചെന്ന് കാലുകുത്തുമ്പോൾ ഈ രാത്രി ദൈവാത്മാ ചില അഭിഷക്തന്മാരോട് ദൂത് പറയാം. ഇതുവരെ പിടിക്കപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ചില ദുർശക്തികൾ നീ ചെന്ന് കാലുകുത്തുമ്പോൾ ഇളകാൻ പോവാം. ഇന്ന് രാത്രി ചില ശക്തികൾ ഇളകാൻ പോവാം. ശിവന്റെ നാമത്തിൽ രോഗശക്തികൾ ഇളകാൻ പോവാം. ചില കൈവശത്തിന്റെ കെട്ടുകൾ ഇളകാൻ പോവാം. ചില മാന്ത്രിക കെട്ടുകൾ ഈ രാത്രി ഇളകാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ റഗമന ഹന്തൽ കമാന ഗതുന. കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയ അർഗമന ഹത്തൽ കമാന ഗതുന. പ്രാപിച്ചോ ശക്തമായി. ചില ഈ രാത്രി ദൈവം നിറയ്ക്കുക ഒരു വലിയ തീയുടെ അഭിഷേകം ഈ രാത്രി ജഡമേൽ വീഴുന്നു. Receive the anointing. Oh,
Lamsha say the Rochas Kimini Abatal Kaman, I gotta go shine as Kaman. Hallelujah. 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 Berberemare. Ame Satra Vergi Verkiapol. Ame Satra Anali Koru Prasnovilla. Ame Satra and the Abishega Mola Paulos. Ame Satra Tikagata. Kati Prayodinapad and the Varaginagata. Anali Jutirikia. Ame Unarvin the Tikagata. Unarvin the Tikagata. Andiagal Unarvinagata. Ame Satra Kati. Ame Satra Kate and the Varegale. Ame Satra Anali Jutivachirika. And the Abishega Mola Nij and the Kalugo. Nij and the Todumbol. Jala Katigal Ayambo. ചില ദേശത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ദേശത്തിന്റെ ചില കെട്ടുകൾ അഴിയാകുമ്പോൾ വർഷങ്ങളായി ദേശത്ത് വെച്ച് ആരാധിക്കുന്ന ചില പൈശാചിക ശക്തിയുടെ അടിസ്ഥാന വിളകി ഗ്രാമങ്ങൾക്കകത്ത് കൂട്ട സ്നാനം നടക്കാമ്പോ സിറ്റികൾക്കകത്ത് കൂട്ട സ്നാനം നടക്കാമ്പോ അഭിഷേകമുള്ള നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാ. പ്രാപിച്ചോ പ്രാപിച്ചോ ഈ രാത്രി പ്രാപിച്ചോ. പുതിയ പുതപ്പ് ഞങ്ങളുടെ മേൽ വീഴുന്നു. Receive the anointing. Lam Shasori Makasiya Makara Model Shandara Chaskana Regal Kamanagas. Hallelujah. Berberemare Ame Sutram Veragu Verkiapum Anali Koru Prasana Villano. Pashi Abishega Mola Paulos Varaga Totapum Anali Poratuano. Anali Poratuan, Karamurdi Kartavina Suji. Stotram out of Malayali Pravaja Marilla and David Studik in the Karavatu David Suji. ഈ പൗലോസിന്റെ കയ്യിൽ ഈ അണലി കടിച്ചപ്പം ആമേ സ്വത്രം ഈ മെലിത്ത ദ്വീപിൽ ഗൾഫിൽ പോയി വിസിറ്റിങ്ങിന് കിടക്കുന്ന പോലെ മെലിത്ത ദ്വീപിൽ ആരെങ്കിലും വിസിറ്റിങ്ങിനുണ്ടായിരുന്നേ പാസ്റ്റർ പൗലോസ് വിളിച്ചാലും ദൈവദാസ എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ഞാൻ മെലിത്തെ വന്നു, പെട്ടെന്നൊരു അണലി കടിച്ചു. ആമേ സ്വത്രം പറഞ്ഞു, ഓ ഇതൊരു നിസാര പോരല്ല, ഇത് നീതിദേവിയുടെ പോരാ, ഒരു 7 ദിവസം ഇരുന്നെങ്കിലേ ഇത് പൊട്ടത്തുള്ളൂ. ആമേ സ്വത്രം തീക്കകത്ത് കുടഞ്ഞു കളയേണ്ടതിനകത്ത് നീ ഇരിക്കേണ്ട കാര്യമില്ല. നിന്റെ മുമ്പിലൊരു തീ കത്തുന്നുണ്ട്, ഇന്ന് നിന്റെ മുമ്പിലൊരു തീ കത്തുന്നുണ്ട്. ആമ സ്തോത്ര ഹൽഗഷിയാന ഇന്ന് രാത്രികാലം ആ തീക്കകത്ത് അണലി ഒന്ന് കുടഞ്ഞു കള. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇവിടെ കത്തുന്നുണ്ട്. ആ കടഭാരത്തെ ഒന്ന് കൊട, ആ രോഗത്തെ ഒന്ന് കൊട, കുടുംബ പ്രശ്നത്തെ ഒന്ന് കൊട. ഈ രാത്രികാലം ആത്മാവിന്റെ ഒരു തീ ഇതിനകത്ത് കത്തുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഉറമ നിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാൻ, നിന്റെ ക്രിയേഷനെ, നിന്റെ പ്രവൃത്തിയെ നശിപ്പിച്ചു നിന്റെ കരത്തിനകത്ത് വ്യാപരിക്കുന്ന അണലിയുടെ വ്യാപാരങ്ങളെ ഈ രാത്രി ആത്മാവിന്റെ തീക്കകത്തെന്ന് കൂടാ. കരമൂർത്തി കർത്താവിനെ സൂചിയും. ഹല്ലേലൂയ. അണലി അങ്ങോട്ട് കടിച്ചപ്പോഴത്തേന് ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറി. ആമേ സത്ര അവനെ വേറൊരു കണ്ണുകൊണ്ട് ആളുകൾ കാണാൻ തുടങ്ങി. ആമേ സത്ര ഇവൻ ഒരു കൊലപാതകനാ, നീചനാ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നീ എവിടെങ്കിലും കുറ്റപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും അപമാനിക്കപ്പെടുന്നെങ്കിൽ, എവിടെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്നെങ്കിൽ, എവിടെങ്കിലും വേദനിക്കപ്പെടുന്നെങ്കിൽ അവിടെ നീ ഭാരപ്പെടല്ലേ. അല്പനിമിഷം നീ ഒന്ന് വെയിറ്റ് ചെയ്താൽ ആമേ സത്ര സാഹചര്യം മാറും. അല്പനിമിഷം ഒന്ന് വെയിറ്റ് ചെയ്താൽ നിന്ദിക്കുന്ന നാവ് തിരിച്ചു പറയാൻ തുടങ്ങും, സാഹചര്യം മാറ്റും. ഇന്ന് പകൽക്കാലം നിന്ദകളും വേദനകളും ആക്ഷേപങ്ങളേറ്റുകൊണ്ട് തളർന്ന ഹൃദയമായി ദൈവശബ്ദം കേൾക്കുന്ന നിന്നോട് ദൈവം പറയും, അല്പനിമിഷം ദൈവത്തിന് പ്രവർത്തിക്കാൻ നീ ഒരവസരം കൊടുത്താമെങ്കിൽ അവസ്ഥ മാറാമ്പോ അനുഭവം മാറാമ്പോ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് പറഞ്ഞു, അയ്യോ ഇവനൊരു കൊലപാതകനാ, നീചനാന്ന് വിളിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇപ്പം ചത്തു വീഴുമെന്ന് പറഞ്ഞു പ്രതീക്ഷിച്ചോണ്ടിരുന്നപ്പം ഇവൻ ചാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ആരാണോ കൊലപാതകം എന്ന് വിളിച്ച് ആ തന്നെ ഇവനൊരു ദേവനാന്ന് പറഞ്ഞു. ഇന്ന് രാത്രിക്കാലം നിന്നെ ഒരു സമയത്ത് വേദനിപ്പിച്ച് നിന്ദിച്ച വ്യക്തി ജീവിതങ്ങൾ തന്നെ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ നിന്റെ ലെവല് മാറ്റുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ കൈമാറാൻ പോ. ഈ രാത്രി ആ പ്രത്യേക നിയോഗമുള്ള ജനത്തിന്റെ മേൽ ഈ പകർച്ച, നിന്നെ നിന്ദിച്ച നാവുകൾ, നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്ത്, നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്ത്, നിന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ച ചില നാവുകൾ തന്നെ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ ദൈവം നിന്റെ സ്ഥിതി മാറ്റുവാകുമ്പോ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരവസരം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇവര് നീചൻ എന്ന് വിളിച്ചവർ കുറച്ചങ്ങോട്ട് ദൈവ പ്രവർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ആമേൻ, അവർ തന്നെ ദേവനെന്ന് വിളിച്ചു. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി കൊല്ലുവാൻ വേണ്ടി വാളുമായിട്ട് പുറത്ത് നിൽക്കുക. അല്പനിമിഷം ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യജമാനനെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തുള്ള നിന്നയുടെ നടുവിൽ പ്രതികരിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാൻ പറഞ്ഞു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൂർത്തി കർത്താവിനെ സ്തുതിച്ചേ, കരമൂർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പൗലോസ് ആമേൻ ദൈവം പറയുക ധൈര്യപ്പെടുക. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ധൈര്യപ്പെടുക. ദാവീദ് വലിയ കഷ്ടത്തിലായി. സിക്ലാവിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദാവീദ് ഒന്നാമതായി ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ദൈവത്തിൽ ധൈര്യപ്പെടാൻ പറഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഒന്ന് ശമൂവേൽ പുസ്തകം 30-ാം അധ്യായം 7-8 വാക്യം. ഒന്ന് ശമൂവേൽ 30-ന്റെ 7-8. ആ ആ ആ ആ ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒന്ന് ദൈവത്തിൽ ധൈര്യപ്പെടുക. രണ്ടാമത് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക. ഹല്ലേലൂയ, കരമൂർത്തി കർത്താവിനെ സ്തുതിച്ച്. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആമേ സ്തോത്രം ദൈവത്തിൽ ധൈര്യപ്പെടുക. നഷ്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, പിശാചിന്റെ ആക്രമണങ്ങളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരുവൻ ദൈവത്തിൽ ധൈര്യപ്പെടുക. ദൈവത്തിൽ ധൈര്യപ്പെട്ടവൻ രണ്ടാമത് ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു മാനുഷിക തീരുമാനമല്ല എടുക്കേണ്ടത്, ബുദ്ധിയുടെ തീരുമാനമല്ല എടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ദൈവം സംസാരിക്കണം. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ പതില് നമ്മുടെ ഭാഗത്തുനിന്ന് ധൈര്യമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ആലോചന വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഭയപ്പെട്ട് നിൽക്കുന്നവനോട് ഒരിക്കലും ദൈവത്തിന് ആലോചന പറയാനൊക്കത്തില്ല. തളർന്നിരിക്കുന്നവനോട് ഒരിക്കലും ആലോചന പറയാനൊക്കത്തില്ല. ആലോചനയോട് പ്രതികരിക്കണമെങ്കിൽ ധൈര്യം ആവശ്യമാണ്. ആര് ധൈര്യപ്പെടുന്നോ അവനോട് ദൈവത്തിന് ദൂതുള്ളത്. ഇന്ന് രാത്രികാലം ധൈര്യപ്പെടാൻ ചിലർ തയ്യാറാണോ? ആലോചന പറഞ്ഞ് നടത്താൻ ദൈവം തയ്യാറാണ്. ആലോചന പറഞ്ഞ് നടത്താൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ പൈതലെ, എവിടെയാണോ പിശാച് നിന്നെ തകർക്കും എന്ന് പറയുന്ന അവിടെ ദൈവം തുടങ്ങുന്നത്. കരമൂർത്തി കർത്താവിനെ സ്തുതിച്ച് ഒന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ദൈവം തുടങ്ങാൻ പോകുന്നേ ഉള്ളെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ, കരമൂർത്തി കർത്താവിനെ സ്തുതിച്ച്. പിശാച് നിങ്ങളെ തകർക്കുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞോ നിങ്ങൾ രക്ഷപ്പെട്ടു, ദൈവം തുടങ്ങാൻ പോകും. സ്തോത്രം. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം. ഒരു മനുഷ്യൻ തോണ്ടതേ ഇസബേൽ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്തെ എൻ്റെ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഞാൻ നിന്നെ ആക്കും. സാത്താൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും. അവനും പറഞ്ഞു, കർത്താവേ ഞാൻ ഒത്തിരി സഹിച്ചു, മതി, ഞാനും അങ്ങ് ചാകാൻ പോവാം. ഇപ്പൊ സാത്താൻ അവനെ കൊല്ലാൻ പോവാ, അവനും ചാകാൻ പോവാ. അവനും സൂയിസൈഡ് ചെയ്യാൻ പോവാ, സാത്താൻ ഇവനെ കൊല്ലാൻ പോവാ. കർത്താവ് പറയാ തുടങ്ങാൻ പോവാ. എഴുന്നേക്കടാ, തിന്നടാ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. സാത്താൻ നിന്നെ അവസാനിക്കുകയെന്ന് പറയാണോ? പ്രതിസന്ധി കണ്ട് നീയും അവസാനിക്കുന്നവർ, ഞാൻ തുടങ്ങാൻ പോവാ, ഞാൻ നിന്നെ അയക്കാൻ പോവാ, ഞാൻ നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവാ. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ നോക്കി ദൈവം വിളിച്ചു പറ, പിശാച് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞോ? പ്രതിസന്ധി കണ്ട് നീയും തളർന്ന് ദൈവം പറയാ, എഴുന്നേൽക്കുക, തിന്നുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. അടുത്തൊരു തലമുറയിലേക്ക് കൈമാറുവാനുള്ള ഒരു അഭിഷേകമായി ദൈവം നിന്നെ രാജ്യങ്ങൾക്കകത്തേക്ക് അയക്കാൻ പോ. നിന്റെ ശുശ്രൂഷ പൂട്ടിക്കെട്ടി പരിധിയിട്ട് നിന്നെ ഒതുക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നു. എന്നാൽ എന്റെ ദൈവം പറയാ, നെക്സ്റ്റ് ജനറേഷനെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന രാജകീയ അഭിഷേകം, അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്, അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന അഭിഷേകമായി ദൈവം നിന്നെ അയക്കാൻ പോവാ. ഇന്ന് രാത്രികാലം അയക്കുവാൻ വേണ്ടി ശക്തിയുള്ള ദൈവം ബലത്തോടെ വന്നു. കരമൂർത്തി കർത്താവിനെ സ്തുതിച്ച്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ റിസോഴ്സ് എല്ലാം കൂടെ കഴിച്ച് നമ്മൾ കിടന്നങ്ങ് ഉറങ്ങും. ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെ ദൈവം വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. ഇവനൊരു അട കൊടുത്തു, ഫുഡ് കൊടുത്തിട്ട് എന്താ ചെയ്തു? അവൻ പിന്നെയും കിടന്ന് ഉറങ്ങി. ദൈവം പിന്നെയും തട്ടി എഴുന്നേൽപ്പിച്ചു. രണ്ടാമത് ഇവൻ ആഹാരം കൊടുത്തു. രണ്ടാമത് ഇവൻ കഴിച്ചോണ്ടേ ആ അടയുടെ ബലത്തോടു കൂടി എന്തോ ചെയ്തു? 40 ദിവസം എന്തോ ചെയ്തു? ഇവൻ ഓടി ഹോരേവ് പർവ്വതം വരെ. അപ്പൊ ആദ്യത്തെ ആഹാരം 40 ദിവസത്തെ ഓടേണ്ട ആഹാരം എന്തോ ഇവൻ ഉറങ്ങി തീർത്തു. ഹല്ലേലൂയ. ദൈവം തരുന്ന റിസോഴ്സ് എത്ര നമ്മൾ ഉറങ്ങി തീർക്കാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്നാമത്തെ സ്റ്റെപ്പ്
ദൈവത്തിൽ ധൈര്യപ്പെടുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ദൈവത്തോട് ആലോചന ചോദിക്കുക. ആലോചന ചോദിക്കുക. ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലത്തിന് നടുവിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ പക്കൽ വന്നാൽ ദൈവത്തിന് ഇടപെടാൻ ദൂതുണ്ട്. ദൈവത്തിന് ഇടപെടാൻ ദൂതുണ്ട്. ആമേൻ. 3 രാജാക്കന്മാർ വലിയ മരുഭൂമിയുടെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിലായി. ആമേൻ. 7 ദിവസമായി വെള്ളം കുടിക്കാതെ മൃഗസമ്പത്തും എല്ലാം മരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലെത്തി. ആമേൻ. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ദൈവത്തോട് ദൂത് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഈ താഴ്വരയുടെ നടുവിൽ കുഴികൾ വെട്ടുക. ഹല്ലേലൂയ. നീ എൻ്റെ സന്നിധി വന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അനുകൂലമായ ഒരു അന്തരീക്ഷവും കാണത്തില്ല. അനുകൂലമായ ഒരു അന്തരീക്ഷം കാണത്തില്ല. അനുകൂലമായ ഒരു അന്തരീക്ഷം കാണാത്ത സമയത്തും വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ നീ തയ്യാറാണോ? അത്ഭുതം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഓ റീബ, ചിലരോട് ദൈവം ദൂത് പറയാം. അനുകൂലമായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നീ ഉപവസിക്കുന്ന വിഷയത്തിന്മേൽ, നീ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ അനുകൂലമായ ഒരു സാഹചര്യവും കാണാതിരിക്കുമ്പോഴും ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തൻ്റെ ഇടമുള്ള വിശ്വാസ വീരന്മാർ എത്ര പേര് ഇതിനകത്തുണ്ടോ? അവരത്ഭുതം പ്രാപിക്കുന്നത്. അവൻ ദൈവം പറഞ്ഞത് അവൻ മരുഭൂമിയില്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത്. മരുഭൂമി വെള്ളം ഉണ്ടാകണേ ഒന്നീ മഴ വേണം. കർത്താവ് പറഞ്ഞടാ, മഴയും കാണത്തില്ല, കാറ്റും കാണത്തില്ല, പക്ഷെ തൂമ്പ എടുത്ത് കുഴിക്കണം. പൊട്ടന്മാർക്ക് മാത്രമേ ദൈവപ്രവൃത്തി വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. കരമൂർത്തി കർത്താവിനെ സ്തുതിച്ച്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. ശ്രദ്ധിക്കണേ, നമ്മൾ കുഴിക്കുന്ന ആ വാക്യം നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കിയാൽ ദൈവം താഴ്വര മുഴുവൻ വെള്ളം കൊണ്ട് നിറച്ചു. താഴ്വര മുഴുവൻ വെള്ളം കൊണ്ട് നിറയ്ക്കാനാണെങ്കിൽ ദൈവത്തിന് ഇവരെ കൊണ്ട് ഈ കുഴി കുഴിക്കേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ ഇവർ കുഴിച്ച കുഴിക്കകത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷെ ഇവർ കുഴിച്ച കുഴിക്കകത്തല്ല, ആ താഴ്വര മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. താഴ്വര മുഴുവൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ വിശ്വാസത്തിന്റെ ചെറിയ പ്രവൃത്തി ചെയ്യുന്ന ചിലരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസത്തിന്റെ ചെറിയ പ്രവർത്തികൾ ചെയ്യുന്ന ഇന്ന് രാത്രികാലം അവൻ ബർത്തലോമായി എന്ന് പറഞ്ഞ മനുഷ്യനെ യേശു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ പുതപ്പങ്ങിട്ടിട്ടാ പോയത്. യേശു വിളിച്ചപ്പം അവൻ സൗഖ്യമൊന്നും ആയില്ല. അവൻ അന്ധൻ തന്നെയാ. എന്നാൽ അവൻ അന്ധനാണെന്നുള്ള സിമ്പലാണ് ആ പുതപ്പ്. അവൻ പറഞ്ഞു, കർത്താവ് എന്നെ വിളിച്ചു, ഇനി എനിക്ക് പുതപ്പിന്റെ ആവശ്യമില്ല. ദൈവം നിന്നോട് സംസാരിച്ചോ? സാഹചര്യം എത്ര മോശമാണെങ്കിൽ, അവസ്ഥ എത്ര മോശമാണെങ്കിൽ, ദൈവത്തിന്റെ സമയം സകലതും തിരിഞ്ഞു വന്ന് അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുവാൻ തൻ്റെ ഇടമുള്ള ചിലർ ഈ രാത്രി ഈ നിൽക്കാമോ? ദൈവം പറയാ, ചില അത്ഭുതങ്ങൾ നടക്കാമോ? ഇന്ന് രാത്രി കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, ഈ താഴ്വരകൾ കുഴികൾ വെട്ടുക. ഹല്ലേലൂയ. കരപൂർത്തി കർത്താവിനെ സൂചി. അപ്പൊ രണ്ടാമത്തെ പ്രവൃത്തി, 1 ദൈവത്തിൽ ധൈര്യപ്പെടണം, 2 ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ച്. അതിന്റെ 10 പോലെ വായിച്ചു. 10. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ 3-ാമത്തെ സ്റ്റെപ്പാണ്. 1-ാമത്തെ സ്റ്റെപ്പ് ദൈവത്തിൽ ധൈര്യപ്പെടുക. 2-ാമത്തെ സ്റ്റെപ്പാണ് ദൈവത്തോട് ആലോചന ചോദിക്കുക. 3-ാമത്തെ സ്റ്റെപ്പാണ് ആലോചന പ്രകാരം ശത്രുവിനെ പിന്തുടരുക. യാക്കോബ് 4:7 പറയുന്നു, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഇന്ന് രാത്രികാല സാത്താനോട് നാം എതിർക്കുവാൻ തയ്യാറാണോ? ആമേൻ. സ്തോത്രം. എതിർക്കാൻ തയ്യാറാണെങ്കിൽ അവൻ പിശാച് നമ്മളെ വിട്ടോടിപ്പോകാൻ തയ്യാറാ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ദാവീദും അവൻ കൂട്ടരും ശത്രുവിനോട് പിന്തുടരുന്നത് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ്. എന്നാൽ ദൈവാലോചന പ്രകാരം അവർ ശത്രുവിനെ പിന്തുടർന്നപ്പോൾ വഴിയിൽ അവരെ സഹായിക്കാൻ അന്യരാജ്യക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോട് വ്യക്തമായി ദൂത് പറയാ. ദൈവത്തിന്റെ ആലോചന പ്രകാരം നിന്റെ കുടുംബത്തിന്റെ സ്റ്റെപ്പ് വെച്ചാൽ നീ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ നിന്നെ സഹായിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് താഴോട്ട് വായിച്ചേ. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ ദാവീദും കൂട്ടരും ഇപ്പോൾ പോകുന്നത് ദൈവാലോചന പ്രകാരമാണ് പോകുന്നത്. ദൈവാലോചന പ്രകാരം പോകുമ്പോൾ അവരെ സഹായിക്കാൻ വിദേശിയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ.
ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിന്റെ പാദങ്ങൾ വെച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ സഹായിക്കാൻ ചില അത്ഭുതകരമായ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാം. ജുഡകമ ഹംദൽ കമാന ഘടക ഷൈഡസ് കാമൽ കമാന ഘടക ഷൈഡസ്. അപ്പോൾ അവനെ സ്തോത്രം ദാവീദ് കണ്ടു. സ്തോത്രം ഇവനെ പിടിച്ചു. അവനെ പിടിച്ചിട്ട് അവൻ്റെ മുമ്പിൽ ചില പ്രോജക്റ്റ് ഒന്നും കൊടുത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇതിനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും അല്ല പറഞ്ഞത്. അവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ അപ്പോ അടയും കൊടുത്തു, വചനവും അഭിഷേകവും അങ്ങോട്ട് കൊടുത്തു. സ്തോത്രം. താഴ്ത്ത് വായിച്ചേ. ഹല്ലേലൂയ. അപ്പം കൊടുത്തു, വചനം കൊടുത്തു. ആ ആ ആ അപ്പൊ അഭിഷേകം, വചനവും വീഞ്ഞും അവന് കൈമാറിയപ്പോൾ അവന്റെ ക്ഷീണം മാറി, അവൻ ബലപ്പെട്ടു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ തലമുറകൾ ക്ഷീണിച്ച് വഴിയോരങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്നതിലെ ശക്തിപ്പെടുത്തുവാനുള്ള പുത്തൻ വെളിപ്പാട് ദൈവാലോചന പ്രകാരം പോയാൽ നിന്റെ അകത്ത് ദൈവം കൈമാറും. വഴിയോരങ്ങളിൽ തളർന്നു കിടക്കുന്ന ചിലതിനെ ശക്തിപ്പെടുത്തുവാനുള്ള സ്തോത്രം അപ്പവും വീഞ്ഞും അവൻ കൊടുക്കുകയാണ്. അവൻ ബലപ്പെടുക. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആലോചന പ്രകാരം നിന്റെ സ്റ്റെപ്പുകൾ വെച്ചാൽ നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികൾ കർത്താവ് തുറക്കാൻ പോകും. നിന്റെ പാതയിൽ തന്നെ നിന്നെ സഹായിക്കുവാൻ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോ. ദാവീദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്നെ സഹായിക്കുവാൻ ഒരു മിസ്രൈമ്യൻ വരുമെന്ന്. അവൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവന്റെ പാദങ്ങൾ വെച്ചപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയെ അവന് വേണ്ടി എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രികാലം എൻ്റെ ആ കാര്യം എങ്ങനെ നടക്കും, എൻ്റെ ആ പ്രതിസന്ധി എങ്ങനെ മാറും, എൻ്റെ ആ പ്രതികൂലം എങ്ങനെ മാറും, ചിന്താഭാരത്തോടെ നീറുന്ന ഹൃദയത്തുടമയായി ദൈവശബ്ദം കേൾക്കുന്ന നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തമായ ദൂത് പറയാ. നീ ആ ദൈവാലോചന പ്രകാരം നിന്റെ പാദങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിന്റെ യാത്രക്കകത്ത് നീ അങ്ങോട്ട് വ്യക്തികളെ തേടിപ്പോകണ്ട. നിന്റെ വഴിയോരങ്ങളിൽ നിന്നെ തേടി വ്യക്തികൾ വന്ന് നിന്നെ സഹായിക്കത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പവും അടയും കൊടുത്തു. ദൈവാലോചന പ്രകാരം അവനെ ശക്തിപ്പെടുത്തി. ആലോചന പ്രകാരം പോയപ്പോൾ സ്തോത്രം വഴിയിൽ തന്നെ സഹായിക്കുവാൻ ഒരു മിസ്രൈമിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. അവനിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന കൊടുത്ത് അവന് അപ്പവും അടയും കൊടുത്ത് അവനെ ശക്തിപ്പെടുത്തിയ ശേഷം സ്തോത്രം ദാവീദ് ശത്രുവിനെ പിന്തുടരുകയാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദാവീദ് ശത്രുവിനെ പിന്തുടരുകയാണ്. സ്തോത്രം. ദാവീദ് ശത്രുവിനെ പിന്തുടർന്ന് സ്തോത്രം അതിൻ്റെ 17-ാം വാക്യം കൂടെ വായിക്കാം. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതിനെ സകലതിനെയും ദാവീദ് വീണ്ടുകൊണ്ടു. നഷ്ടപ്പെട്ട ചില നഷ്ടങ്ങളുടെ നടുവിൽ, ചില പരാജയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ രാത്രി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം, ഒന്നേ ദൈവത്തിൽ ധൈര്യപ്പെടേ, ഒന്നേ ദൈവത്തിൽ ധൈര്യപ്പെടേ. ദൈവത്തിൽ നിങ്ങൾ ധൈര്യപ്പെടാൻ തുടങ്ങുമോ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. രണ്ടാമത്തെ ദൈവത്തിൻ്റെ ശബ്ദം സ്തോത്രം. ദൈവത്തിൽ ധൈര്യപ്പെടുന്നവർ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ശബ്ദപ്രകാരം, ദൈവത്തിൻ്റെ ദൂത് പ്രകാരം തൻ്റെ ഓരോ പാദങ്ങളും വെക്കുമ്പോൾ, ദൂത് പ്രകാരം, ദൈവ ശബ്ദപ്രകാരം നീ നിൻ്റെ പാദങ്ങൾ വെക്കുമ്പോൾ നിന്നെ സഹായിക്കുവാൻ സ്തോത്രം ദൈവം ചില രാജ്യങ്ങളിലെ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. ദൈവം നിനക്ക് തന്ന ചില പ്രോജക്റ്റുകളെ ഹെൽപ്പ് ചെയ്യുവാൻ, നിനക്ക് ദൈവം ഏൽപ്പിച്ച ചില പ്രവൃത്തികളെ ചെയ്യുവാൻ, അന്യരാജ്യക്കാർ നിന്നെ സഹായിക്കുവാൻ ദൈവം നിന്റെ പാതകൾക്കകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി സഹായവുമായി വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് ദൈവത്തെ ധൈര്യപ്പെടുക, 2 ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക, സ്തോത്രം 3 ആലോചന പ്രകാരം ശത്രുവിനോട് യുദ്ധം ചെയ്യുക. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പൊ ദൈവാലോചന പ്രകാരം ശത്രുവിന് എതിരെ യുദ്ധം ചെയ്യുന്ന നമുക്ക് പിശാചിനെതിരെ പോരാടുവാൻ ദൈവം 7 ആയുധങ്ങൾ തന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാൻ, സാത്താനെതിരെ പോരാടുവാൻ ദൈവം നമുക്ക് 7 ആയുധങ്ങൾ തന്നിട്ടുണ്ട്.
കരമൂർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി ആ ഭാഗങ്ങളിലേക്ക് പോകാൻ സമയമില്ല. നഷ്ടപ്പെട്ടത് നമ്മൾ തിരിച്ചു പിടിക്കുവാൻ ദൈവാലോചന പ്രകാരം ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുന്നവൻ ഈ 7 ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. ഒന്നാമത്തെ ആയുധമാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാനുള്ള ഒന്നാമത്തെ ആയുധമാണ് യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ പറഞ്ഞ് യേശുവിൻ്റെ നാമം. ഉറക്കെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രികാലം എന്താണോ നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കുവാനുള്ള ഒന്നാമത്തെ ആയുധമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്കാലൊക്കെയും ഈ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങും. ഹല്ലേലൂയ. സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന യേശുവിൻ്റെ നാമം സൗജന്യമായി ദൈവമക്കൾക്ക് ഉപയോഗിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം നീ പറയുമ്പോൾ അന്ധകാര ശക്തികൾ വിറയ്ക്കും. യേശുവിൻ്റെ നാമം നീ പറയുമ്പോൾ ദുർശക്തികൾ അഴിഞ്ഞു മാറും. യേശുവിൻ്റെ നാമം പറയുമ്പോൾ പൈശാചിക ശക്തികൾ ഇളകി മാറും. ഇന്ന് രാത്രികാലം യേശുവിൻ്റെ നാമം സാത്താനെതിരെ നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കുവാൻ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ ആയുധമാ യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി സഭ യേശുവിൻ്റെ നാമം ഉപയോഗിക്കാമോ? രോഗത്തിന്റെ ദുരാത്മാവ് അഴിഞ്ഞു മാറും. യേശുവിൻ്റെ നാമം ഉപയോഗിക്കാമോ? കടഭാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. യേശുവിൻ്റെ നാമം ഉപയോഗിക്കാം. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശുവിൻ്റെ നാമം ഈ രാത്രി ഉപയോഗിക്കാമോ? പൈശാചിക ബന്ധനങ്ങൾ തകർന്നു മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ രോഗശക്തികൾ അഴിഞ്ഞു മാറും. യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ ഭൂതശക്തികൾ അഴിഞ്ഞു മാറും. യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ പ്രകൃതി ശക്തികൾ യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ അനുസരിക്കാൻ തുടങ്ങും. ആ നാമം ഇന്ന് രാത്രി ദൈവം നിന്റെ അതരത്തിൽ തന്നിരിക്കുക. ഈ രാത്രി യേശുവിൻ്റെ നാമം നാം ഉപയോഗിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. കരമൂർത്തി കർത്താവിനെ സ്തുതിക്കാം. രണ്ടാമത്തെ സ്തോത്രം നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, സാത്താനെതിരെ ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന രണ്ടാമത്തെ ആയുധമാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം. സ്തോത്രം. മിസ്രൈമിൽ സ്തോത്രം എല്ലാ കുടുംബങ്ങൾക്കകത്തും സ്തോത്രം സംഹാരദൂതൻ കടന്നപ്പോൾ ആബീബ് മാസം 10-ാം തീയതി വേർതിരിച്ച് സ്തോത്രം 14-ാം തീയതി അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം സ്തോത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിലായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടിയ സ്തോത്രം ഒരു കുടുംബത്തിലും സംഹാരകൻ കയറിയില്ല. ആ ആട്ടുംകുട്ടി മിസ്രൈമിൽ അന്ന് അറുക്കപ്പെട്ട ആട്ടുംകുട്ടിയതാ ലോകസ്ഥാപനമേ കൊരുളർക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവാണ്. സാത്താനെ ജയിക്കുവാനുള്ള രണ്ടാമത്തെ ആയുധമാണ് സാത്താനെതിരെ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുവാനുള്ള രണ്ടാമത്തെ ആയുധമാണ് യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. സാത്താനെതിരെ പോരാടാനുള്ള മൂന്നാമത്തെ ആയുധമാണ് തങ്ങളുടെ സാക്ഷ്യവചനം. നാലാമത്തെ ആയുധമാണ് ഉപവാസം. സ്തോത്രം. അഞ്ചാമത്തെ ആയുധമാണ് ദൈവവചനമാകുന്ന ഇരുവായ് തലയുള്ള വാള്. സ്തോത്രം. ആറാമത്തെ ആയുധമാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി ആരാധന. സ്തോത്രം. ഈ ആയുധങ്ങൾ നാം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടത് മടങ്ങി വരും. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയാൻ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാൻ ഇന്ന് രാത്രികാലം ഇതിനകത്തുനിന്ന് യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പിശാചിനെ തകർക്കുവാൻ ചിലർ ഈ രാത്രി ദൈവം അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭവനത്തിനകത്ത്, നീ ആയിരിക്കുന്ന ചുറ്റുപാടുകൾക്കകത്ത് നാളുകളായി വെളിപ്പെട്ട് നിൽക്കുന്ന അന്ധകാരത്തിന്റെ സ്വാധീനത്തെ തകർക്കുന്ന യേശുവിൻ്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ ആദരത്തിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ അത് അത്ഭുതമായി മാറാൻ പോവാം. ആ അധികാരം ഈ രാത്രി കൈമാറാൻ പോവാ. അടമാ ഹംദൽ കമാൻ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിനകത്തിരിക്കുന്ന മുടന്തനെ നോക്കി പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് തരുന്നു. നാസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുവാൻ പറഞ്ഞപ്പോൾ 40 വർഷം പഴക്കമുള്ള രോഗശക്തികൾ അഴിഞ്ഞു മാറി. ആ മകൻ ചാടി എഴുന്നേൽക്കുവാനിടയായി. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുവാൻ ദൈവം ഇതിനകത്തുനിന്ന് കർത്താവിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ ഈ രാത്രിക്കാലം ചില ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് ഇന്ന് രാത്രി നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുവാൻ ഉള്ളൊരു അഭിഷേകം ചില വ്യക്തികളിലേക്ക് ദൈവം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൽ ധൈര്യപ്പെടുക. രണ്ട്, ദൈവത്തിൽ ധൈര്യപ്പെട്ടവർ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക. ദൈവത്തിൽ ധൈര്യപ്പെട്ടവർ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക. ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചവർ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പിശാചിനെ പിന്തുടരണം.
ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പിശാചിനെ പിന്തുടർന്ന കയ്യിൽ 7 ആയുധങ്ങളുണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, ഉപവാസം. ആമേൻ സ്തോത്രം. ഈ ആയുധവുമായി ആമേൻ സ്തോത്രം സാത്താനോട് പോരാടുന്നവൻ അവർ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കും. ദാവീദ് ദൈവാലോചന പ്രകാരം പിശാചിനെ പിന്തുടർന്നു. അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തന്നു. ഇന്ന് രാത്രി ദൈവം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ പോകും. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ആമേൻ സ്തോത്രം കരങ്ങൾ ദൈവസന്നിധി ഉയർത്തിപ്പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ റീഖമാന കർത്താവിനോട് പറയുന്നു, രാത്രി നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് മടക്കി തരുവാൻ ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. എന്താണോ നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു തരുവാൻ, മടക്കി തരിക എന്ന് പറയുവാൻ ആരുമില്ല. അതാ പ്രവാചകൻ പറയുന്നത്. കുഴികളിൽ അടക്കപ്പെട്ട് കുഴികളിലകപ്പെട്ട് കുടുങ്ങിപ്പോയ ജനം മടക്കി തരിക എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർ വിളിച്ചു പറ, എൻ്റെ തലമുറയെ മടക്കിത്ത യേശുവിൻ നാമത്തിൽ, എൻ്റെ സമ്പത്ത് മടക്കിത്താ പിശാചേ, എൻ്റെ ആരോഗ്യം മടക്കിത്താ പിശാചേ. ഇന്ന് രാത്രികാല സഭ മടക്കി തരാൻ പറയാമോ? ദൈവം ചിലത് മടക്കി തരാൻ പോവാ. മടക്കി തരുന്നത് പ്രാപിക്കുന്ന ഒരു അഭിഷേകം ഈ രാത്രി ചില വ്യക്തികളിലേക്ക് ദൈവം കൈമാറാൻ പോവാ. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആ അഭിഷേകം നഷ്ടപ്പെട്ടത് ഈ രാത്രി തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ അഭിഷേകം ഈ രാത്രി ദൈവം ചില വ്യക്തികളിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കും. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങൾ ഒരു നിമിഷം ഉയർത്തിപ്പിടിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ജീസസ്, ജീസസ്. പരിശുദ്ധാത്മാവ് കർത്താവ് പറയുന്നത്, ആ നഷ്ടം അത് ചുമ്മിക്കൊണ്ട് നീ പോകേണ്ട കാര്യമില്ല. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുവാൻ ഒരു അഭിഷേകം ഈ രാത്രി ദൈവം നിന്റെ മേൽ പകരാം. ജീസസ്. ദൈവാത്മാവ് ചില വ്യക്തികളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചില വ്യക്തികളിലേക്ക് നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകം ദൈവം കൈമാറുന്നു. കരങ്ങളടിച്ചെന്ന് പ്രാപിച്ച് രാത്രി ദൈവം ചില വ്യക്തികളേക്ക് പകരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. റിസീവ് ചെയ്താനോ? യെസ്, പ്രാപിച്ചോ. പാമ്പുകളെ, തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരം ദൈവം കൈമാറുന്നു. സമാധാന ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ രാത്രി ചതക്കിയ നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കുന്ന അഭിഷേകം പ്രാപിച്ചോ. റിസീവ് ദ അനോയിന്റിംഗ്. അർക്കലദാബല സന്തുല രേമല ഭവിഷ്യ സാന്തൽ ജാനക രേദല ജാനക ജൂഡ ബാബ റീബ ലാബ സേദ മാന റോകബാൽ പ്രാപിച്ചോ. അർക്കലദാരക ലൈസസ്